സാഗരം ഒഴുകിയെത്തുകയാണ്. വി എസ് എന്ന രണ്ടക്ഷരം. ആ രണ്ടക്ഷരത്തിന് ഒരു വലിപ്പക്കുറവല്ല, വലിപ്പക്കൂടുതലാണ്. ആ വലിപ്പക്കൂടുതലിൻ്റെ സ്നേഹമാണ് നമ്മൾ കാണുന്നത്. ആ വലിപ്പക്കൂടുതലിൻ്റെ സങ്കടമാണ് നമ്മൾ കാണുന്നത്. വി എസ് എന്ന ജനനായകന് വിട നൽകുകയാണ് രാഷ്ട്രീയ കേരളം, സാമൂഹ്യ കേരളം, പരിസ്ഥിതി കേരളം, സ്ത്രീപക്ഷ കേരളം. കേരളം ആകെ വി എസിന് യാത്രാമൊഴിയുകയാണ്. അനന്തകൃഷ്ണൻ കൂടി. അനന്തൻ, നമുക്ക് നമ്മുടെ റിപ്പോർട്ടിംഗ് കാലത്തേക്കൊക്കെ വന്നാൽ ഒരു 2001 മുതൽ 2006 വരെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി എസ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന വി എസിൻ്റെ ഇമേജൊക്കെ മാറ്റി മറിച്ച് ജനകീയ വിഷയങ്ങളിൽ, പരിസ്ഥിതി വിഷയങ്ങളിൽ, സ്ത്രീപക്ഷ വിഷയങ്ങളിൽ ഇടപെടുന്നത് കണ്ട് കേരളം ഇങ്ങനെയും ഒരു രാഷ്ട്രീയ നേതാവിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉന്നയിച്ച് നിൽക്കുന്ന സമയമാണ്. 2006 എത്തുമ്പോൾ വി എസ് അല്ലാതെ മറ്റൊരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്നത് ഉറച്ച ബോധ്യം കേരളത്തിനുണ്ടായിരുന്നു. കേരളം കണ്ട ആ മാറ്റത്തിൻ്റെ കാലം, ആ കാലത്താണല്ലോ അനന്തനും റിപ്പോർട്ടിംഗ് ഒക്കെ തുടങ്ങുന്നത്. ആ കാലത്തെ മാറ്റം അതെങ്ങനെ ഓർക്കുന്നു? രതീഷ് പറഞ്ഞ കാലഘട്ടം അത് കേരളത്തിൽ ദൃശ്യ മാധ്യമ രംഗത്ത്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ വരവ്, ആ വാർത്താ ദൃശ്യമാധ്യമങ്ങൾ സജീവമായി തുടങ്ങുന്ന കാലഘട്ടം, ഒരു പക്ഷേ പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് നമുക്കറിയാം, അന്ന് ഈ വാർത്താ ചാനലുകളിലെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. വി എസ് അച്യുതാനന്ദൻ ഏറ്റെടുത്ത വിഷയങ്ങൾ, ഏറ്റെടുത്ത പോരാട്ടങ്ങൾ, അതൊക്കെ തന്നെയായിരുന്നു അന്ന് വാർത്താ ചാനലുകളിൽ ത്രസിപ്പിക്കുന്ന വാർത്തകളായി നിലനിന്നത് തന്നെ. വി എസിൻ്റെ ഓരോ ബൈറ്റും, വി എസിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ, അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ, ആ വാർത്താ സമ്മേളനത്തിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ വി എസിൻ്റെ തനത് ശൈലിയിൽ വേണ്ടിടത്ത് പവർ കൊടുത്തുകൊണ്ടുള്ള വി എസിൻ്റെ നിലപാട് പറച്ചിലുകൾ, അതൊക്കെ റിപ്പോർട്ട് ചെയ്തതും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഒക്കെ കേട്ടിരുന്നതുമൊക്കെ വലിയ അനുഭവം തന്നെയാണ്. ആ അനുഭവം കേരളത്തിലെ ജനങ്ങളിൽ എത്രത്തോളം ആഴ്ന്നിട്ടുണ്ട്, വി എസ് എന്ന് പറയുന്ന രണ്ടക്ഷരം എങ്ങനെയാണ് കേരളത്തിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, അതിൻ്റെ തെളിവാണ് AKG സെൻറ്ററിൻ്റെ മുന്നിൽ അണമുറിയാതെ ഈ കടന്നു വരുന്ന പ്രവാഹം. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ വരിയുടെ തുടക്കം എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഇതിങ്ങനെ നീണ്ട് യൂണിവേഴ്സിറ്റിയും കഴിഞ്ഞ് MLA ഹോസ്റ്റൽ വരെ നീണ്ടു നിൽക്കുന്നു വരി. ഇങ്ങോട്ടുള്ള റോഡുകൾ പലതും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വാഹന ഗതാഗതം പൂർണ്ണമായും വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ വാഹനം എവിടെയൊക്കെ എത്തുമോ അവിടെ വരെ എത്തി വാഹനം അവിടെ നിർത്തിയിട്ട് 1-2 കിലോമീറ്ററൊക്കെ നടന്നിട്ടാണ് ആൾക്കാർ ഈ വരിയിലേക്ക് ഉൾച്ചേരുന്നത്. അവർക്കെല്ലാം ഇപ്പോൾ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെ, അവരിൽ പോരാട്ടത്തിൻ്റെ വീര്യമുണ്ടാക്കിയ നേതാവിനെ, കേരളത്തിൻ്റെ ചരിത്രത്തോടൊപ്പം നടന്ന രാജഭരണകാലം മുതൽ പോരാട്ടം തുടങ്ങി ജനാധിപത്യ കാലത്തിലൂടെ സഞ്ചരിച്ച് ഈ ഒരു 2025 എന്ന് പറയുന്ന ലോകം മുഴുവൻ മാറിയ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന നേതാവ്, ആ നേതാവിനെ ഒരു നോക്ക് കാണാൻ ഒരു വലിയ നിരയാണ് ഈ AKG സെന്ററിന് മുന്നിൽ കാത്തിരിക്കുന്നത്. പ്രധാനമാണ് ഇപ്പോൾ 2006-11 വി എസ് സർക്കാരിന്റെ കാലം. ആ കാലത്ത് പരിസ്ഥിതി വിഷയങ്ങളും സ്ത്രീ വിഷയങ്ങളും മാത്രമായിരുന്നില്ല, സ്ത്രീ സംരക്ഷണ ഇടപെടലുകളും മാത്രമായിരുന്നില്ല. അന്ന് ഒരു മാറ്റത്തിൻ്റെ സൂചനകൾ ആ കാലത്തെ ഉണ്ടായിരുന്നല്ലോ. ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ മാറുന്നതിൻ്റെ ഒരു തുടക്ക ഘട്ടമായിരുന്നു ആ കാലം. ആ കാലത്ത് സ്വന്തം സോഫ്റ്റ്വെയർ ഉൾപ്പെടെ റിച്ചാർഡ് ഷാൾമാനെ ഉൾപ്പെടെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഏവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് വി എസ്. തീർച്ചയായിട്ടും അത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. ലോകമൊട്ടാകെ മൈക്രോസോഫ്റ്റ് പിടിമുറുക്കുന്ന കാലം, മൈക്രോസോഫ്റ്റ് ഇല്ലാതെ എന്ത് കമ്പ്യൂട്ടർ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലത്താണ് ലിനക്സിനെ പോലെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് വേണ്ടി വി എസ് നിലപാടെടുത്തതും അത് കേരളത്തിൽ അത് നടപ്പാക്കാനുള്ള ഊർജം സംഭരിച്ചതും നമുക്കിപ്പോഴും അറിയാം. ഇപ്പോഴും കേരളത്തിൽ സ്റ്റേറ്റ് സിലബസിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ലിനക്സ് ആണ് സ്കൂളുകളിൽ ഉപയോഗിക്കുന്നത്. അതൊക്കെ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളിലേക്ക് എത്തിയത് വി എസ് അന്ന് സ്വന്തം സോഫ്റ്റ്വെയറിന് വേണ്ടിയൊക്കെ എടുത്ത കർശനമായ നിലപാടുകളായിരുന്നു. അതുമാത്രമല്ല, പരിസ്ഥിതി വിഷയങ്ങളിൽ, അതിനൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകൾ, അതിനൊപ്പം ഈ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ, അതൊക്കെ വി എസ് അച്യുതാനന്ദന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നു. മാത്രമല്ല, വി എസ് അന്ന് അത്തരം ഉറച്ച നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ ചില വിഷയങ്ങളിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമ്മൾ ആശങ്കപ്പെട്ടു പോകുന്നുണ്ട് ഈ ഒരു മുഹൂർത്തത്തിൽ. കാരണം അത്രത്തോളം വി എസ് എന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റെടുത്ത വിഷയങ്ങൾ അതൊക്കെ കൃത്യമായ മാറ്റങ്ങളിലേക്ക് പോവുകയും അതിലൊക്കെ ഒരു
ഫലമുണ്ടാവുകയും ഒക്കെ ചെയ്തത് VS എന്ന് പറയുന്ന ഒരൊറ്റ പോരാളിയെ കൊണ്ട് മാത്രമായിരുന്നു. ആ VSനെ കാണാനാണ് ഇപ്പോഴും നോക്കൂ, AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നിൽ എത്രയോ മണിക്കൂർ മുൻപ് തുടങ്ങിയതാണ് ഈ മുദ്രാവാക്യം വിളി. അവരുടെ കണ്ഠത്തിൽ നിന്ന് വരുന്നത് മരിച്ചിട്ടില്ല VS എന്നുള്ളതാണ്. സത്യമായിട്ടും VS മരിക്കില്ല. കാരണം VS അത്രത്തോളം ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നൊരു മനുഷ്യനാണ്. VS പറഞ്ഞു വെച്ച രാഷ്ട്രീയം ഒരുപക്ഷെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാരാണ് VSന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ചെറുപ്പക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്. അങ്ങനെ കയ്യിൽ റോസാ പൂക്കളുമൊക്കെ ആയിട്ട് ചെറുപ്പക്കാർ കടന്നു വരുന്നു. VSനെ അവർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവർക്ക് VSുമായി വ്യക്തിബന്ധങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണ്. ശരിയാണ്. അത്രമേൽ സമര പ്രതികരണത്തിലേക്ക് എങ്ങനെ VSനെ എങ്ങനെ ഓർക്കുന്നു? വളരെ വ്യക്തിബന്ധമുണ്ട്, വളരെ അടുത്ത ബന്ധമുണ്ട്. എങ്ങനെയാണ് കുടുംബപരമായിട്ടുള്ള ബന്ധം? VSുമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VSുമായി വ്യക്തിബന്ധമുള്ള ആൾക്കാർ കൂടിയാണ് ഈ വരികളിൽ നിൽക്കുന്നത്. അവരെ VSനെ ഒന്ന് കണ്ട് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി വരുന്നവരാണ്. നമുക്കറിയാം, ഇന്ന് മാത്രമല്ല നാളെ ദർബാർ ഹാളിലും പൊതുദർശനം ഒരുക്കിയിട്ടുണ്ട്, പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അതിന് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ഈ തിരുവനന്തപുരം നഗരത്തിലുള്ളവരാണ് കൂടുതലായി എത്തുന്നത്. നാളെ ദർബാർ ഹാളിലേക്ക് ഇതിലും അധികം ആൾക്കാർ വരുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. കാരണം ഈ തിരുവനന്തപുരം ജില്ലയുടെ പല മേഖലകളിലുള്ളവർ ഇപ്പോൾ തന്നെ നമുക്ക് AKG സെന്ററിൽ നിന്നൊക്കെയുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കണ്ണൂർ, കാസർഗോഡ് മുതൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള CPM നേതാക്കളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ VSനെ സ്നേഹിക്കുന്നവരുമൊക്കെ ട്രെയിനിലും കിട്ടുന്ന വാഹനത്തിലുമൊക്കെ തിരുവനന്തപുരത്തേക്കും ആലപ്പുഴയിലേക്കുമൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് VS ഏറ്റെടുത്ത മേഖലകൾ, പോരാട്ടത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത മേഖലകൾ, ഇടുക്കിയിൽ, മൂന്നാറിൽ, കാസർഗോഡ് എൻഡോൾസൾഫാൻ മേഖല, അപ്പോൾ അവിടെയൊക്കെയുള്ള ആൾക്കാർക്ക് VS ഉണ്ടാക്കി വെച്ച ബന്ധം, ആ ബന്ധത്തിന്റെ തീവ്രതയിൽ അവർക്ക് അവരുടെ ആ നേതാവിനെ കാണാതിരിക്കാൻ കഴിയില്ല. അവസാനമായി ഒരു പുഷ്പമെങ്കിലും അർപ്പിച്ചുകൊണ്ട് അന്ത്യാഭിവാദ്യം നൽകാതിരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങോട്ട് കടന്നു വരിക തന്നെ ചെയ്യും. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ ഒരു 5-6 വർഷമായി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. പഴയ AKG സെന്ററിൽ നിന്നുള്ള ഇപ്പോഴത്തെ AKG പഠന കേന്ദ്രം, പുതിയ ആസ്ഥാനം അല്പം അപ്പുറത്തേക്ക് മാറി. എങ്കിലും പഴയ AKG സെന്റർ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. VSന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്ന പഴയ AKG സെന്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അത്രമേൽ ഹൃദയാഭിവാദം അർപ്പിക്കാൻ അത്രമേൽ പ്രിയപ്പെട്ടവരാണ് VS എന്നത് ഓരോ മുദ്രാവാക്യത്തിലും, ഓരോ മുഖഭാഷയിലും, ഓരോ പ്രതികരണത്തിലും, ഓരോ വിതുമ്പലിലും നമ്മൾ കാണുകയാണ്.